ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അപൂർവ കളക്ഷൻസ്. ഞാനിന്ന് വന്നിട്ടുള്ളത് സ്ട്രോബെറി ജാം ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ്. ഇത് സ്ട്രോബെറി ഫാമിൽ പോയി അവിടെ നിന്ന് കളക്ട് ചെയ്ത് കൊണ്ടുവന്ന് ജാം ഉണ്ടാക്കിയതാണ്. ഇങ്ങനെ ഉണ്ടാക്കുന്ന ജാമിന് നല്ല ടേസ്റ്റാണ്. ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇത്രയും സ്ട്രോബെറിയാണ് ഞാൻ ജാം ഉണ്ടാക്കുന്നതിന് വേണ്ടി എടുത്തത്. ഇതേപോലെ ഒന്നിൽ പിക്ക് ചെയ്യുന്നതിന് $10 അവർ വാങ്ങുന്നത്. ഞങ്ങൾ 5 പേർക്കും കൂടി 5 ബോക്സ് വാങ്ങി. അതിൽ നിന്നും കുറച്ച് മിൽക്ക് ഷേക്ക് ഉണ്ടാക്കി, ബാക്കി കുറേ കഴിച്ചു, ബാക്കി 2-3 പേർക്ക് കൊടുത്തു. ഞങ്ങളിത് ഇന്ന് പറിച്ചതാണ്. ഇനി നാളെയാണ് സ്ട്രോബെറി ജാം ഉണ്ടാക്കുന്നത്. ഇപ്പോൾ പുറത്ത് വെച്ചിരുന്നാൽ ഇത് കേടായിപ്പോവും. ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വയ്ക്കാം. ഞങ്ങൾ ഇതേപോലത്തെ ട്രേയിലാണ് വെച്ചത്. അടിയിൽ ടിഷ്യൂ പേപ്പർ ഇട്ടാണ് അതിൻ്റെ പുറത്താണ് വെച്ചത്. എന്നിട്ടിതിനെ ഫ്രിഡ്ജിൽ വെച്ചു. ഇത് ഫ്രഷ് ആയതുകൊണ്ട് നല്ല മധുരമുണ്ട്. കടയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാളും നല്ല ടേസ്റ്റാണ്. ഞങ്ങളിത് പിക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് തന്നെ കുറേ കഴിക്കുകയും ചെയ്തു. ഇനി ഇതിനെ നല്ലതുപോലെ കഴുകിയെടുക്കണം. ഇതിൻ്റെ പച്ച കളറിലുള്ളതെല്ലാം മാറ്റിയതിന് ശേഷം കഴുകിയെടുക്കണം. കഴുകി വെള്ളം തോർത്തിയെടുക്കണം. നമുക്കിനി ഇതിനെ നല്ലതുപോലെ കഴുകിയെടുക്കാം. ഇപ്പോൾ സ്ട്രോബെറി എല്ലാം നല്ലതുപോലെ കഴുകി ടിഷ്യൂ പേപ്പറിൽ ഉണക്കാൻ വെച്ചു. ഇനി ഇത് കുറച്ച് കഴിഞ്ഞ് വേറെ ടിഷ്യൂ പേപ്പറിൽ വയ്ക്കുമ്പോൾ ഇത് നല്ലതുപോലെ ഉണങ്ങി കിട്ടും. നല്ലതുപോലെ ഉണങ്ങിയതിന് ശേഷം നമുക്ക് അരിഞ്ഞെടുക്കാം. ഇതേപോലെ അരിയാതെ ഇട്ട് വേണമെങ്കിലും ഉണ്ടാക്കാം. ഇപ്പോൾ അതിൽ കുറേയൊക്കെ മുഴുവനെ കിടക്കും. ഇതിപ്പോൾ എല്ലാം ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തു. ഇനി ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതേപോലെ ചൂട് കട്ടിയുള്ള ഒരു പാത്രം എടുക്കണം. എടുത്ത് അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ അതിലോട്ട് സ്ട്രോബെറി ഇടാം. എല്ലാം ഇതിൽ കൊള്ളുമോ എന്നറിയില്ല. ചെറുതായി പോയാൽ വലിയ പാത്രത്തിലോട്ട് മാറ്റാം. നിങ്ങളെടുക്കുമ്പോൾ ആദ്യമേ വലിയ പാത്രം എടുക്കണം. എന്ത് വരുമ്പോൾ കുറയുമെന്നുള്ള പ്രതീക്ഷയിലാണ് ചെറിയ പാത്രം എടുത്തത്. ഞങ്ങൾ ആദ്യമായിട്ടാണ് സ്ട്രോബെറി ജാം ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഇത് നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട്. കണ്ടില്ലേ, അതിൽ നിന്നും കുറേ വെള്ളം ഇറങ്ങി വന്നു. ഇനി ഇതിൽ പഞ്ചസാര ചേർക്കാം. പഞ്ചസാര എല്ലാം ചേർത്തതിന് ശേഷം അളവ് പറയാം. ചൂട് തെറിക്കും കഴിയില്ല. ഇത് 200 കൂടുതൽ വരും കേട്ടോ. 200 എന്ന് പറയുമ്പം ആ കപ്പാണ് 200. കണക്കേ ഉള്ളോ? ഓഫ് ചെയ്ത് വെച്ചു. ഇപ്പോൾ 1 ഗ്ലാസ് പഞ്ചസാര കൂടി ഇതിൽ ചേർത്തു വച്ചിട്ടുണ്ട്. ഇപ്പോൾ 400 ഗ്രാം പഞ്ചസാര ഇതിൽ ചേർത്തു. ഇപ്പോൾ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇതിന് നല്ലതുപോലെ വേകണം. ഇതിൽ ധാരാളം ജ്യൂസുണ്ട്. ഇതിൽ ഒട്ടും വെള്ളം ചേർക്കാതെ വേണം ഉണ്ടാക്കാൻ. ഇപ്പോൾ ഈ പാത്രം നിറഞ്ഞു വന്നു. ഇനി ഇത് പൊങ്ങിക്കളയണം. അതുകൊണ്ട് വേറൊരു വലിയ പാത്രത്തിലോട്ട് മാറ്റി. നിങ്ങൾ എടുക്കുമ്പോൾ കുറച്ചേ ഉള്ളൂവെങ്കിൽ ഞാൻ എടുത്ത പാത്രത്തിൻ്റെ അത്രയുള്ളത് മതി. കൂടുതലുണ്ടെങ്കിൽ ഇതേപോലെ വലിയ പാത്രം എടുക്കണം. കണ്ടില്ലേ, വലിയ പാത്രമായിട്ടും അത് പൊങ്ങി വരുന്നു. ഇപ്പോൾ വെന്ത് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ കുറുകി വരുന്നത് വരെ ഇളക്കണം. പൊങ്ങി വരുമ്പോൾ തീ കുറച്ച് കൊടുക്കണം, അല്ലെങ്കിൽ പൊങ്ങിക്കളയും. ചെറിയ തീയിൽ വെച്ച് ഇളക്കണം. ഇനി ഇതിലോട്ട് അരമുറി നാരങ്ങയുടെ നീരൊഴിച്ച് കൊടുക്കാം. ഇപ്പോൾ നാരങ്ങ നീരൊഴിച്ചു. നാരങ്ങ നീരൊഴിച്ചാൽ ഇത് നല്ല കട്ടിയായിട്ട് വരും. വലിയ നാരങ്ങ ആയതുകൊണ്ട് പകുതിയേ എടുത്തോളൂ. ചെറിയ നാരങ്ങയാണെങ്കിൽ ഒന്നെടുക്കാം. ഇപ്പോൾ ഇത് നല്ലതുപോലെ കുറുകി വന്നിട്ടുണ്ട്. കുറച്ചുകൂടി കുറുകുന്നത് വരെ ഇളക്കി കൊടുക്കാം. അടിയിൽ പിടിക്കാതെ ഇളക്കണം. ഞാനിതിൽ 750 ഗ്രാം പഞ്ചസാര ചേർത്തു. നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെങ്കിൽ കുറച്ചുകൂടി ചേർക്കാം. കുറച്ച് സ്ട്രോബെറി ഉള്ളുവെങ്കിൽ കുറച്ച് ചേർത്താൽ മതി.
പ്ലേറ്റ് എടുക്കട്ടെ. ഒരു പ്ലേറ്റ് എടുത്ത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം അതിൽ ഇതേപോലെ ഒഴിച്ച് നോക്കണം. ഇതേപോലെ ഇരിക്കുന്നതാണ് ഇതിൻ്റെ പരുവം. ഇതിപ്പോൾ നല്ലതുപോലെ കട്ടിയായിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്യാം. നല്ലതുപോലെ തണുത്തതിന് ശേഷം ഈർപ്പമില്ലാത്ത ബോട്ടിലാക്കി സൂക്ഷിച്ച് വയ്ക്കാം. 2-3 ദിവസം വെളിയിൽ വയ്ക്കാം. പിന്നെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വയ്ക്കണം. ഇപ്പോൾ ഇരുന്ന് കുറേ കൂടി കട്ടിയായി. ഇതിൽ മധുരം കറക്റ്റിനുണ്ട്. ഇതുണ്ടാക്കുന്നതിന് സ്ട്രോബെറിയും ഷുഗറും നാരങ്ങ നീരും മതി. ഞാൻ 3 ബോട്ടിലായിട്ടാണ് എടുത്തു വച്ചത്. 2 പേർക്ക് കൂടി കൊടുക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ 3 ബോട്ടിലെടുത്തത്. ഇത് ഫ്രഷ് സ്ട്രോബെറി ആയതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. കടയിൽ നിന്ന് വാങ്ങുന്നത് പോലെയുണ്ട്. നിങ്ങളും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കണം. ഞാൻ ഇതിനു മുമ്പ് ഇട്ടിട്ടുള്ള എല്ലാ വീഡിയോസും നിങ്ങൾ കാണണം. പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിയാൽ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സബ്സ്ക്രൈബ് ചെയ്ത് ഓളെന്നുള്ള ബട്ടൺ പ്രസ് ചെയ്താലേ ഞാൻ ഇടുന്ന വീഡിയോസ് ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ജാം ഉണ്ടാക്കി ഇതേപോലെ ബ്രെഡിൽ വെച്ച് കഴിക്കണം. കണ്ടില്ലേ, കടയിൽ നിന്നും വാങ്ങുന്ന ജാം പോലെയുണ്ട്. ഇത് ഞാൻ കാനഡയിൽ മോളുടെ വീട്ടിൽ വെച്ചാണ് ഉണ്ടാക്കുന്നത്. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും താങ്ക് യു.